നമ്മളെ എന്താ പറയുക, നമ്മൾ അണ്ടിപ്പരിപ്പ് ഇതൊന്നും ഇടുന്നില്ല. സിമ്പിളായിട്ട് സവാള, പരിപ്പ്, ഉഴുന്നും പരിപ്പ്, കടലപ്പരിപ്പും, നമ്മുടെ വേപ്പില, നമ്മുടെ കുറച്ച് സവാള അത്ര മാത്രമേ ഇട്ടുള്ളൂ. അത് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് പോകാം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. എല്ലാം മൂത്ത് വന്നു. അപ്പം വെള്ളം ഒഴിക്കുക. കുറച്ച് തിളച്ചിട്ട് കുറച്ച് ഉപ്പിടാം. നമുക്ക് നമ്മൾ വേറെ ഒരു വീഡിയോയിലിട്ടുണ്ടായി അണ്ടിപ്പരിപ്പെല്ലാം, മുന്തിരി, അണ്ടിപ്പരിപ്പെല്ലാം ഇട്ട് നട്ട്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി നല്ല മൊരിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിച്ചത്. ഇപ്പം നമ്മളിന്ന് നമുക്കതൊന്നും വേണ്ട, ചുമ്മാ ഇങ്ങനെ വലുത് നമുക്ക് സിമ്പിളായിട്ടൊന്ന് ഉണ്ടാക്കാം. അങ്ങനെ വെള്ളം തിളച്ച് വരട്ടെ. നമുക്ക് വയ്ക്കാം. നല്ല തിളച്ച് വന്നേ. നമുക്ക് നമ്മുടെ റവ അതിലേക്ക് കൊട്ടാം. ഞാൻ ചട്ട നോക്കില്ല കേട്ടോ. നമ്മളെ കുറച്ച് നെയ്യ് ഒഴിക്കാം. നമ്മളിപ്പം ഓഫ് ചെയ്തിട്ടായാലും മതി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ഇതാകുമ്പം വെച്ചാലും മതി. പാതിങ്ങനെ ക്യാരറ്റൊക്കെ ഇടുന്ന ആൾക്കാർ ചിലപ്പോൾ ബീറ്റ്റൂട്ട് ഇടും, ക്യാരറ്റ് ഇടും. കുറച്ച് ബീറ്റ്റൂട്ട് അധികമൊന്നും ഇടില്ല, കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ. പക്ഷെ കുറച്ച് ക്യാരറ്റ് ഇടാറുണ്ട്. എന്നും നമ്മൾ സിമ്പിളായിട്ട് ഒന്നുമില്ല. ഉള്ളി, നമ്മുടെ ഉഴുന്നപ്പരിപ്പ്,
പിന്നെന്താ കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് ഒക്കെ ഇട്ട് കടുകൊക്കെ പൊട്ടിച്ച് വേപ്പില ഇട്ടു. ഇത് ചട്ടാവെടുത്തില്ല, കുറച്ചല്ലേ ഉള്ളൂ ഓർത്തെ ഓർത്തില്ല, വെറുതെ കുറച്ചല്ലേ ഉള്ളൂ എന്ന് ഓർത്തിട്ട് നമ്മൾ ചട്ടാവൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ഇത് നമ്മൾ നെയ്യൊന്ന് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഓക്കേ, ബൈ.